ഏതൊരു വീടിന്റെയും കേന്ദ്രബിന്ദു അവിടെയുള്ള അടുക്കളയാണ്. വീട്ടിലുള്ളവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നതും ഈ ഇടം തന്നെ. പുറത്തുനിന്നുള്ള ഭക്ഷണത്തെക്കാൾ നാം വീട്ടിലെ ഭക്ഷണത്തെ വിശ്വസിക്കുന്നത് അത് രുചികരവും അതിലുപരി ആരോഗ്യകരവുമാണ് എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. എന്നാൽ സ്നേഹത്തോടെ നാം വിളമ്പുന്ന അതേ അടുക്കളകൾ തന്നെ രോഗങ്ങളുടെ ഉറവിടമായി മാറുകയാണെങ്കിലോ? കേൾക്കുമ്പോൾ അല്പം പ്രയാസം തോന്നാമെങ്കിലും പാചകത്തിലും ഭക്ഷണശീലങ്ങളിലും നമ്മൾ വരുത്തുന്ന ചില ചെറിയ പിഴവുകൾ നമ്മുടെ അടുക്കളകളെ രോഗകേന്ദ്രങ്ങളാക്കി മാറ്റുന്നുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. നമ്മുടെ പ്രിയപ്പെട്ട അച്ചാറുകൾ മുതൽ പാചകത്തിന് ഉപയോഗിക്കുന്ന എണ്ണ വരെ നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ശീലങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തെ പതുക്കെ നശിപ്പിക്കുന്നത് എന്ന് പരിശോധിക്കാം. നമ്മുടെ പാചക രീതിയിൽ രുചി കൂട്ടാനായി എണ്ണയും നെയ്യും ധാരാളമായി ഉപയോഗിക്കാറുണ്ട്. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമായതുകൊണ്ട് തന്നെ എത്ര എണ്ണ ഉപയോഗിച്ചാലും കുഴപ്പമില്ല എന്നൊരു തെറ്റായ വിശ്വാസം നമ്മളിൽ പലർക്കുമുണ്ട്. എന്നാൽ എണ്ണ വീട്ടിലുണ്ടാക്കിയതായാലും പുറത്തു നിന്നുള്ളതായാലും അമിതമായാൽ അത് അപകടകാരിയാണ്. കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും അമിതവണ്ണത്തിനും ഇത് പ്രധാന കാരണമാകുന്നു. അതിനാൽ രുചിയേക്കാൾ ആരോഗ്യത്തിന് മുൻഗണന നൽകി എണ്ണയുടെയും നെയ്യിൻ്റെയും ഉപയോഗം മിതമായ അളവിൽ മാത്രമാക്കാൻ ഓരോ വീട്ടമ്മമാരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് അച്ചാറുകളുടെ കാര്യവും. ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും അച്ചാർ സ്ഥിരമായി കഴിക്കുന്ന ശീലം നമ്മൾ മലയാളികൾക്കുമുണ്ട്. എന്നാൽ ഇവയിൽ അടങ്ങിയിരിക്കുന്ന അമിതമായ ഉപ്പും എണ്ണയും പ്രിസർവേറ്റീവുകളും ശരീരത്തിലെ സോഡിയത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. ഇത് ഉയർന്ന രക്തസമ്മർദ്ദത്തിനും വയറ് വീർക്കുന്ന അസ്വസ്ഥതകൾക്കും കാരണമായേക്കാം. മറ്റൊരു പ്രധാന ശീലം ബാക്കി വരുന്ന ഭക്ഷണം വീണ്ടും ചൂടാക്കി കഴിക്കുന്നതാണ്. തിരക്കുപിടിച്ച ജീവിതത്തിനിടയിൽ സമയം ലാഭിക്കാൻ പലരും ചോറും കറികളും പലതവണ ചൂടാക്കി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് ഭക്ഷണത്തിലെ പോഷകങ്ങൾ നഷ്ടപ്പെടുത്തുക മാത്രമല്ല, ദോഷകരമായ ബാക്ടീരിയകൾ പെരുകാൻ ഇടയാക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ചീര പോലുള്ള ഇലക്കറികൾ വീണ്ടും ചൂടാക്കുമ്പോൾ അതിലെ നൈട്രേറ്റ് വിഷാംശമായി മാറാൻ സാധ്യതയുണ്ട്. ഇത് കരളിന്റെ പ്രവർത്തനത്തെയും കുടലിന്റെ ആരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കും. പച്ചക്കറികൾ പാകം ചെയ്യുമ്പോൾ അമിതമായി വേവിക്കുന്ന ശീലവും ഒഴിവാക്കേണ്ടതാണ്. പച്ചക്കറികൾ പാകത്തിന് മാത്രം വേവിച്ചാൽ മാത്രമേ അതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകളും പോഷകങ്ങളും പൂർണ്ണമായും നമ്മുടെ ശരീരത്തിന് ലഭിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതശൈലിയിലെ ചില മാറ്റങ്ങളും ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. തിരക്ക് കാരണം പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് ഇന്ന് പലരുടെയും ശീലമാണ്. ഇത് മെറ്റബോളിസത്തെ മന്ദഗതിയിലാക്കുകയും പിന്നീട് അമിതമായി ആഹാരം കഴിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ രാത്രി വൈകിയുള്ള അത്താഴം ദഹന പ്രക്രിയയെ സങ്കീർണമാക്കുകയും ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഉറങ്ങുന്നതിന് കുറഞ്ഞത് 2-3 മണിക്കൂർ മുമ്പെങ്കിലും അത്താഴം കഴിക്കുന്നതാണ് ഉത്തമം. ഭക്ഷണം കഴിച്ച ഉടനെ ധാരാളം വെള്ളം കുടിക്കുന്ന ശീലവും അത്ര നല്ലതല്ല. ഇത് ദഹന എൻസൈമുകളെ നേർപ്പിക്കുകയും ദഹനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഭക്ഷണം കഴിഞ്ഞ് അരമണിക്കൂറിന് ശേഷം വെള്ളം കുടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അമിതമായ ഉപ്പും പഞ്ചസാരയും നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. വീട്ടിൽ തയ്യാറാക്കുന്ന മധുരപലഹാരങ്ങളും പപ്പടവും അച്ചാറുമെല്ലാം മിതമായ അളവിൽ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ അടുക്കളയിൽ വരുത്തുന്ന ഇത്തരം ചെറിയ മാറ്റങ്ങൾ വലിയൊരു ആരോഗ്യകരമായ ജീവിതത്തിലേക്കുള്ള ചുവടുവെപ്പായിരിക്കും. നിങ്ങളുടെ അടുക്കള ആരോഗ്യത്തിന്റെ ഉറവിടമാകട്ടെ, രോഗങ്ങളുടേതാകരുത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക.